ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികൾ സമൂഹമേ, നിങ്ങളേവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നത് 23 നവംബർ 25, ഈ വർഷത്തെ 327-ാമത്തെ ദിവസം. ഇന്ന് ധ്യാനവിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ദുഃഖസമയത്ത് സ്വാന്തനം ലഭിക്കുന്നത് ആർക്ക്? ദുഃഖസമയത്ത് സ്വാന്തനം ലഭിക്കുന്നത് ആർക്ക്? നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിലെ ചിന്തയുണ്ട്, ദുഃഖസമയത്ത് നാം ദൈവത്തെ കരഞ്ഞു വിളിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മെ കേൾക്കുമെന്ന്. എന്നാൽ ദൈവം ദയാലു ആയതുകൊണ്ട് ഒരുപക്ഷെ കേട്ടു എന്ന് വരാം. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ എല്ലാ സുഖങ്ങളിലും നമുക്ക് കിട്ടുന്നതായ എല്ലാ കൃപാവരങ്ങൾക്കും നമ്മൾ അവന് നന്ദി പറയുന്നുവെങ്കിൽ നമ്മൾക്ക് ഒന്നാമത്തെ കാര്യം ദുഃഖമുണ്ടാകുകയില്ല. അഥവാ ദുഃഖമുണ്ടായാൽ തന്നെയും ആ സമയത്ത് നാം ദൈവത്തോട് യാചിക്കുന്നതൊക്കെയും നമുക്ക് ലഭിക്കും, നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹാ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം ഇപ്രകാരം പറയുന്നു: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു എന്ന്. അതായത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അതായത് അവർക്ക് എല്ലാം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏവർക്കും അറിയാം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. നമ്മുടെ സഭയിലെ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും സമയാസമയങ്ങളിൽ എപ്പോഴൊക്കെ അവർക്ക് അവസരം കിട്ടുന്നു ആ അവസരത്തിലൊക്കെയും നമ്മോട് പറയുന്നത്, നാം എപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് അവരോട്. ദുഃഖസമയത്ത് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് ആർക്കാണ്? അതായത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അതായത് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ ഇത് ലഭിക്കുന്നത്. അതായത് ദുഃഖസമയത്ത് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ആണ്. ദൈവത്തെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. നമ്മളുടെ കൃപാവരങ്ങൾക്ക് വേണ്ടി നാം നന്ദി പറയുന്നവരായിരിക്കണം. നമ്മൾക്ക് ലഭിക്കുന്നതായ എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി നമ്മൾ നന്ദി പറയുന്നവരായിരിക്കണം. നമ്മളുടെ കഴിവുകളല്ല ഈ ലോകത്തിൽ നമ്മളെ പിടിച്ചു നിർത്തുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് രാവിലെ നാം എഴുന്നേറ്റപ്പോൾ എത്രയോ പേർ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടതായി നമ്മൾ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൂടെയും പേപ്പറുകളിലൂടെയും ഒക്കെ കാണുവാൻ സാധിച്ചു. എന്നാൽ ആ കൃപ നിറഞ്ഞവനായ കർത്താവ് നമുക്കൊരു ദിവസം കൂടി തന്നല്ലോ എന്നോർത്ത് നമ്മളിൽ എത്ര പേര് അവനോട് നന്ദി പറഞ്ഞുവെന്ന് നാം ഈ അവസരത്തിൽ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നാം അവനോട് നന്ദി പറയുന്നുവെങ്കിൽ അവൻ നമ്മളെ കരുതും, യാതൊരു സംശയവുമില്ല. അങ്ങനെ കരുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവനോട് പ്രാർത്ഥിക്കണം. അവൻ്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. എങ്കിൽ മാത്രമേ അതിന് ഇടയാകൂ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നാം ഇന്ന് വരെ ചെയ്തു പോയിട്ടുള്ളതായ പാപങ്ങളെ ആവർത്തിക്കാതിരിക്കുവാനും നാം ശ്രമിക്കേണ്ടതുണ്ട്. നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിലൊരു വിചാരമുണ്ട്, നമുക്ക് ദിവസവും പാപം ചെയ്ത് ദിവസവും മാപ്പ് അപേക്ഷിച്ചു കഴിഞ്ഞാൽ ആ പാപം മോചിക്കപ്പെടുമെന്ന്. എന്നാൽ നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യുന്ന പാപങ്ങൾ ഒരിക്കലും നമുക്ക് മോചിക്കപ്പെടുകയില്ല എന്നാണ് പൂർവ്വപിതാക്കന്മാർ നമ്മെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത്. ആയതിനാൽ നാം ഓരോരുത്തരും ചെയ്യേണ്ടത്, ഇന്ന് വരെ ചെയ്തു പോയിട്ടുള്ളതായ പാപങ്ങളെ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തിയും ബുദ്ധിയും ഞങ്ങൾക്ക് തരണമേ എന്ന് കൂടി നമ്മളുടെ പ്രാർത്ഥനയിൽ നാം ആഡ് ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മളോട് ദയ കാണിക്കുകയും ദയാലുവായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മനുഷ്യ സഹജമാണ്, തെറ്റുകൾ പറ്റും. എന്നാൽ ആ തെറ്റുകളെ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. ആയതിനാൽ നാം മനസ്സിലാക്കേണ്ടത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയേണ്ടതുണ്ട്.
ദുഃഖസമയത്ത് സാന്ത്വനം ലഭിക്കുന്നത് ആർക്കാണ് എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി കാണും എന്ന് കരുതട്ടെ. ആ ദുഃഖസമയത്തല്ലാതെ നമ്മുടെ സന്തോഷ സമയത്തും ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരെ ദൈവം അനുഗ്രഹിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.